മുനമ്പത്ത് ശാശ്വത പരിഹാരത്തിന് ഇനി മാസങ്ങൾ മാത്രം എന്ന തലക്കെട്ടിൽ ഫാദർ ജോഷി മയ്യാറ്റിനച്ചൻ പേര് വെച്ച് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഇടയലേഖനം കാണാനിടയായി. ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജോഷി മയ്യാറ്റിനച്ചൻ മുനമ്പം വിഷയത്തിൽ എടുത്ത നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ജോഷി അച്ഛന്റെ പേര് വെച്ച് ഇറക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ലേഖനം അദ്ദേഹം തന്നെ തയ്യാറാക്കി പുറത്തുവിട്ടതാണോ എന്നറിയില്ല. അതല്ല ഇനി മറ്റാരെങ്കിലും അദ്ദേഹത്തിന്റെ പേര് വെച്ച് പുറത്തിറക്കിയിരിക്കുന്നതാണെങ്കിൽ അതിന്റെ പേരിൽ അച്ഛൻ ഉറപ്പായും നിയമ നടപടിക്ക് പോകണമെന്നാണ് അച്ഛനോട് എനിക്ക് പറയാനുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല. പുതിയ നിയമ ഭേദഗതി കൊണ്ട് മുനമ്പംകാർക്ക് ഒരു പ്രയോജനവും ഉടനെ കിട്ടില്ലെന്നാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. ഭാഗികമായി ഞങ്ങളുടെ വാദഗതികളെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ അച്ഛന്റെ പേരിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇനി കോടതികളിൽ കയറി ഇറങ്ങി നടന്നാൽ മുനമ്പംകാർക്ക് നീതി കിട്ടും, അത്രേ ഉള്ളൂ. സത്യത്തിൽ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം ഇരന്ന് തിന്നാൻ വഴി പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിപ്പോയി അച്ഛൻ. കോടതികളിൽ കയറി ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് ശാശ്വത പരിഹാരം നേടാനാണെങ്കിൽ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ സമര പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു കാര്യവും ആ പാവങ്ങൾക്കില്ലായിരുന്നു. ജോഷി അച്ഛൻ ഇനിയും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. സ്വന്തം ജീവിതത്തിൽ സ്വയം അനുഭവിക്കുന്ന നിമിഷം വരെ എല്ലാ അവസ്ഥകളും എല്ലാവർക്കും വളരെ നിസ്സാരമാണ്. മുനമ്പം നിവാസികളുടെ അനുഭവങ്ങൾ അവർക്ക് മാത്രം സ്വന്തമാണ്. കരയ്ക്കിരുന്ന് അഭിപ്രായം പറയുന്ന എനിക്കും മയ്യാറ്റിനച്ഛനും ഇതൊക്കെ വളരെ നിസ്സാര കാര്യമാണ്. കാരണം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ആർക്ക് വേണ്ടിയായിരുന്നു ജോഷി അച്ഛൻ ഈ പെടാപാട് പെട്ടത്? ആരെ സംരക്ഷിക്കാനാണ്? ആരെ വിശുദ്ധനാക്കാനാണ്? ആരായാലും അയാളടക്കം മുഴുവൻ പേരും അച്ഛനെ മാത്രമല്ല മുനമ്പംകാരെയും ചതിക്കുകയായിരുന്നു. അച്ഛനുമായി ഇടപെട്ട ആൾക്ക് ഈ വിഷയം തീരണമെന്ന് യാതൊരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു. ഉണ്ടോ? അച്ഛനൊന്ന് ചിന്തിച്ചു നോക്ക്. ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളിൽ കളർ ഫോട്ടോ അച്ചടിച്ചു വരണം, അത്രേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ളവനെയൊക്കെ കൂട്ടുപിടിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ആ പാവങ്ങളെ പറഞ്ഞു ബോധിപ്പിച്ചത് തെറ്റായിപ്പോയി. ഏറ്റവും തെറ്റ് തന്നെയാണ്. ജോഷി അച്ഛൻ ഇപ്പോഴും പറയുന്നത് ചട്ടം രൂപീകരിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ്. നിയമത്തിന്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ എങ്ങനെ ചട്ടത്തിന്റെ പരിധിയിൽ വരുത്താൻ പറ്റുമോ? എനിക്കറിയാൻ മേലാ ഞാൻ ചോദിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അവരുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അവർ പ്രശ്നങ്ങൾക്കൊക്കെ ചിലപ്പോൾ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേനെ. ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ബില്ലിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മുൻകാല പ്രാബല്യമില്ല. പകരം പരസ്യമായി BJPയെ പുകഴ്ത്തി അവരുടെ കൂടെ കൂടുകയും രഹസ്യമായി അരമനകളിലും പള്ളിമേടകളിലും ഇരുന്ന് BJPയെ കുറ്റം പറയുകയും ചെയ്യുക. അവർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്നും പിണറായി വിജയൻ വിചാരിച്ചാൽ മാത്രമാണോ ഇനി വല്ലതും നടക്കുകയുള്ളൂ എന്നും പറയുന്ന അരമന രഹസ്യങ്ങൾ അങ്ങാടിയിൽ പാട്ടാ. യഥാർത്ഥത്തിൽ മുനമ്പത്ത് ഇത്ര വ്യാപകമായ ഒരു സമര പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ പിണറായി സഖാവ് ഒരു ഘടകകക്ഷി നേതാവിനെ മുനമ്പത്തേക്ക് അയച്ചു. അയാളുമായി മുഖ്യമന്ത്രി നടത്തിയ ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടാണ് CN രാമചന്ദ്രൻ കമ്മീഷനെ നിയോഗിച്ചത്. CN രാമചന്ദ്രൻ കമ്മീഷനെ തുടരാൻ അനുവദിച്ചത് വഴി ഹൈക്കോടതിയും അത് പഠിച്ച് സാധുക്കളായ മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെങ്കിൽ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് CN രാമചന്ദ്രൻ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ അസ്ഥിരപ്പെടുത്തി മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അധികാരം തിരിച്ചു കൊടുക്കാവുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് എന്താണെന്നറിയാം? ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് തന്നെയാണ്. ഇവിടെ അടിസ്ഥാനപരമായി ആർക്കെല്ലാം തെറ്റുപറ്റിയെന്ന് വിശകലനം ചെയ്യേണ്ട സമയമല്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി ആ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ജോഷി അച്ഛന്റെ കുറിപ്പിൽ കാണുന്നത് പോലെ കുറെ പേരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലച്ചോ. ഏതായാലും ഒരു കാര്യം കൃത്യമാണ്, അത് ഒരു വഖഫ് ഭൂമിയല്ല. ഫറൂഖ് കോളേജിന്റെ ഉപയോഗത്തിന് വേണ്ടി എഴുതി കൊടുത്ത ഭൂമിയാണ്. ഫറൂഖ് കോളേജിന് മുനമ്പത്തെ ഭൂമി ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ അത് വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് കോളേജ് അതിനടുത്ത് തന്നെ ഒരു പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ മുനമ്പം ഭൂമി അവർ ഉപയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഫറൂഖ് കോളേജിന് ആവശ്യമില്ല എങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന വാദഗതി ദുർബലപ്പെടും. അതെങ്ങനെ സംഭവിക്കും? എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? അവർക്കത് ആവശ്യമുണ്ടായിരുന്നു. ആ ഭൂമി അവരത് വിറ്റ് കാശാക്കി
പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം പണിത് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിടത്തും ഈ ഭൂമിയിൽ കെട്ടിടം പണിത് കോളേജായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ നിലയിൽ ഫറൂഖ് കോളേജ് അന്ന് ചെയ്ത കാര്യങ്ങൾ നിയമപരമായി അത് ശരി തന്നെയാണ്. 2008 അച്യുതാനന്ദൻ മന്ത്രിസഭ നിയമിച്ച നിസാർ കമ്മീഷൻ ആണിത് മുഴുവൻ അട്ടിമറിച്ചത്. ഒരു കമ്മീഷൻ റിപ്പോർട്ടിന് മറ്റൊരു കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് മാത്രമേ അത് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജോഷി മയ്യാറ്റിനച്ഛനോട് പറയാനുള്ളത്, ദയവായി ആ പാവങ്ങളെ ഇനി കളിയാക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. അച്ഛൻ ആർക്കു വേണ്ടി നിന്നുവോ അയാളൊക്കെ മൂട്ടിലെ പൊടിയും തട്ടി അടുത്ത വണ്ടി കയറി പോയി അച്ചോ. അയാളുടെ ആവശ്യം തീർന്നു. സഭയുമായി അയാൾക്ക് അടുത്ത ബന്ധമാണുള്ളതെന്ന് അയാളുടെ പാർട്ടിയെ ബോധിപ്പിക്കേണ്ട ആവശ്യം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അതുവഴി പാർട്ടിയിൽ ഒരു അധികാര സ്ഥാനം പിടിച്ചു വാങ്ങുകയും ചെയ്യാം. അയാളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു. ആ സ്ഥിതിക്ക് അയാൾ ഇനി തിരിഞ്ഞു നോക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മന്ത്രി കിരൺ റിജിജു എന്താ പറഞ്ഞത്? പറഞ്ഞത് തന്നെയാ ശരി. ഇനിയെല്ലാം കോടതി നോക്കിക്കോളൂ. കുമ്മനം രാജശേഖരനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ മന്ത്രി പറഞ്ഞതിനപ്പുറമായി യാതൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. അതാണ് BJPയുടെ നിലപാട്. ഈ വിഷയത്തിൽ മുനമ്പം നിവാസികളെ സഹായിക്കാൻ ഇന്നത്തെ നിലയിൽ പിണറായി വിജയന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിണറായി വിജയൻ നിങ്ങളെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും BJP നേതൃത്വം പറയുന്നത് പോലെ കഴിഞ്ഞ 75 കൊല്ലമായി അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. വരുന്ന 75 വർഷവും നിങ്ങൾ അത് തന്നെ ചെയ്യും. അവരെ വിഷമവൃത്തത്തിൽ എത്തിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന ചിന്ത അവർക്കോ അവരെ നയിക്കുന്ന പുരോഹിത വർഗത്തിനോ ഇല്ല. അവിടെയാണ് രസം. സമയാസമയങ്ങളിൽ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെ ആ പാവങ്ങളെ പറ്റിച്ചവരെ ഇനിയെങ്കിലും അച്ചോ നിങ്ങളൊക്കെ തിരിച്ചറിയണം.